ഇനി നമുക്ക് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് പോകാം. ഇലക്ഷൻ റിസൾട്ടിലോട്ട് പോകാം. നമുക്കറിയാം ഫസ്റ്റ് ഇലക്ഷൻ റിസൾട്ട് ആരെയും അത്ഭുതപ്പെടുത്തിയില്ല. കാര്യം അന്ന് രാജ്യത്ത് പ്രധാനമായിട്ടും ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഉള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ്. വേറെ പാർട്ടികളുണ്ടെങ്കിലും ചെറിയ ചെറിയ പാർട്ടികളാണ്. രാജ്യം മുഴുവൻ ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ്. നമുക്കറിയാം കോൺഗ്രസ് ഇൻഹെറിറ്റഡ് ദ ലീഗസി ഓഫ് നാഷണൽ മൂവ്മെന്റ്. കോൺഗ്രസ് പാർട്ടി ഇൻഹെറിറ്റഡ് ദ ലീഗസി ഓഫ് നാഷണൽ മൂവ്മെന്റ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതൃത്വം അവകാശപ്പെടാൻ പറ്റുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. നമുക്കറിയാം കോൺഗ്രസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോൺഗ്രസ് രൂപം കൊണ്ടതും അല്ലെ 1885 കോൺഗ്രസ് രൂപം കൊണ്ടുവന്ന് A.O. ഹ്യൂ എന്ന ഇംഗ്ലീഷുകാരനാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത്. 1885 അതായത് ഇന്ത്യക്കാരുടെ പരാതികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഉന്നത ജാതിക്കാരായ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം നേടിയ ആദ്യ തലമുറയിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. ആ സംഘടനയാണ് പിന്നീട് വളർന്ന് വലുതാവുന്നതും ഗാന്ധിജിയുടെ വരവോടുകൂടി അതിന് സാമൂഹ്യ അടിത്തറ ഉണ്ടാകുന്നതും അല്ലേ, ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പഠിച്ച കാര്യങ്ങൾ. അപ്പം അന്ന് കോൺഗ്രസ് ആണ് രാജ്യത്ത്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയും ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ കോൺഗ്രസ് നമുക്ക് അന്ന് മഹാത്മാഗാന്ധി പറയുന്നത് കോൺഗ്രസ് പിരിച്ചുവിടാനാണ് പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചുവിടുക. കാര്യം ഏതൊരു സംഘടനയും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടനയുടെ പ്രാധാന്യം ഇല്ലാതായി. അപ്പൊ അന്ന് മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ടു ഡിസ്പേഴ്സ് കോൺഗ്രസ് എന്നാണ്. കോൺഗ്രസ് പിരിച്ചുവിടുക, ഇനി കോൺഗ്രസിന്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷെ അന്ന് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അംബേദ്കർ തുടങ്ങിയ ലീഡേഴ്സ് എല്ലാം തന്നെ അതിനെ എതിർക്കുകയും, കാര്യം ജനാധിപത്യമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ജനാധിപത്യം സ്വീകരിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ പഠിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് ഡെമോക്രസി. പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഇൻഡിസ്പെൻസിബിൾ. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കണം. രാഷ്ട്രീയ പാർട്ടിയല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ജനാധിപത്യം നമുക്ക് വിജയകരമായിട്ട് നടത്തുവാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കണം അല്ലേ. നമുക്കറിയാം ഇപ്പൊ ചൈന, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൈനയിൽ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. ദർ ഈസ് ഓൺലി വൺ പാർട്ടി, ദാറ്റ് ഈസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ ചൈനയിൽ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. കാര്യം ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നീഡഡ്. രാഷ്ട്രീയ പാർട്ടികൾ വേണം. പാർട്ടികൾ കുറഞ്ഞത് 2 പാർട്ടിയെങ്കിലും വേണം, എന്നാലേ ജനാധിപത്യം യാഥാർത്ഥ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. ഇങ്ങനെയാണ്. ചൈന ജനാധിപത്യമല്ല, ചൈനയിൽ പാർട്ടി ഏകാധിപത്യമാണ് ഒരു തരത്തിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജനാധിപത്യമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നമുക്ക് അതിനെ പൊളിറ്റിക്കൽ പാർട്ടിയാക്കുക, അതിനെ രാഷ്ട്രീയ പാർട്ടിയാക്കുക. അങ്ങനെ അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന സീനിയർ ലീഡേഴ്സിലെ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിയായി സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓർഗനൈസേഷണൽ സെറ്റപ്പ്, രാജ്യം മുഴുവൻ അവർക്ക് മാത്രമേ ഉള്ളൂ ഓർഗനൈസേഷണൽ സെറ്റപ്പ് കോൺഗ്രസ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ലീഡർ എന്ന് പറയുന്നത് നമുക്കറിയാം നെഹ്റു, ദ കരിസ്മാറ്റിക് ലീഡർ ഓഫ് കോൺഗ്രസ് പാർട്ടി, ഹു ലെഡ് ദ ക്യാമ്പയിൻ, ഇലക്ഷൻ ക്യാമ്പയിൻ. നെഹ്റു ലെഡ് ദ ഇലക്ഷൻ ക്യാമ്പയിൻ. ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നത് നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. ഈ വാസ് എ കരിസ്മാറ്റിക് ലീഡർ. വളരെയേറെ മാന്ത്രിക ശക്തിയുള്ള അല്ലെങ്കിൽ മികച്ച ഒരു ഒറേറ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. അന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ആരാധ്യ പുരുഷനാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഒരു എത്തിസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ല. ജവഹർലാൽ നെഹ്റു ഒരു ദൈവവിശ്വാസിയല്ല. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, എത്തിസ്റ്റായിരുന്നു. ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. പക്ഷെ അന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു ആരാധ്യ പുരുഷനാണ് ജവഹർലാൽ നെഹ്റു അന്ന്. അപ്പൊ ഈ നെഹ്റു ആണ് അന്ന് കോൺഗ്രസിനെ നയിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ, ഒന്ന് ലീഗസി ഓഫ് നാഷണൽ മൂവ്മെന്റ്, രണ്ടാമത്തത് കരിസ്മാറ്റിക് ലീഡർ നെഹ്റു, ഈ രണ്ട് ഫാക്ടർ കോൺഗ്രസിനുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് backs 364 seats out of 489. കോൺഗ്രസ് 489 ലോക്സഭാ സീറ്റിൽ 364 സീറ്റ് കോൺഗ്രസ് നേടുകയാണ്. ലോക്സഭാ സീറ്റ് ഭൂരിഭാഗം സീറ്റുകളും കോൺഗ്രസ് നേടുന്നു. 489 ലോക്സഭാ സീറ്റിൽ 364 സീറ്റ് കോൺഗ്രസ് നേടുന്നു. ലോക്സഭയിൽ രണ്ടാമത്തെ സ്ഥാനം നേടിയ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബാക്സ് only 16 സീറ്റ്സ്, 16 സീറ്റുകൾ നേടി ലോക്സഭയിലെ രണ്ടാമത്തെ ഒറ്റ കക്ഷിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരും. CPI, അന്ന് CPM ഇല്ല, CPI ഉള്ളൂ. CPI ഒക്കെ നിലവിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇല്ലേ. 1964 CPM വരുന്നത്. CPI സ്പ്ലിറ്റ് ആയാണ് CPM വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമൊക്കെ പഠിക്കാറുണ്ട്, നമ്മൾ പഠിക്കും. അപ്പൊ അന്ന് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI ബാക്സ് 16 സീറ്റ്, 16 സീറ്റുകൾ നേടി ലോക്സഭയിൽ രണ്ടാമത്തെ ഒറ്റ കക്ഷിയായി മാറുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു AK ഗോപാലൻ. അന്ന് 16 സീറ്റേ ഉള്ളൂ എങ്കിലും അന്ന് നെഹ്റുവിന്റെ തന്നെ മുൻകൈ എടുത്താണ് AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. കാര്യം മെജോറിറ്റി സീറ്റ്സ് ഇവർക്കാണ്, 364 കോൺഗ്രസിനാണെങ്കിലും വെറും 16 സീറ്റ് മാത്രമേ ഉള്ളൂ CPI. പക്ഷേ അന്ന് AK ഗോപാലനാണ് CPIയുടെ നേതാവ്. നെഹ്റു തന്നെ മുൻകൈ എടുത്താണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം നൽകി അല്ലേ. കാര്യം ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഓപ്പോസിഷൻ പാർട്ടീസ് ആർ നീഡഡ് ഫോർ ദ സക്സസ്ഫുൾ വർക്കിംഗ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യം വിജയകരമായിട്ട് നടക്കണമെങ്കിൽ വേണ്ട വേറൊരു ഘടകം എന്ന് പറയുന്നത് ഓപ്പോസിഷൻ പാർട്ടീസാണ്, പ്രതിപക്ഷ പാർട്ടികളാണ്. എന്നാൽ മാത്രമേ ജനാധിപത്യം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് അങ്ങനെ CPI 16 സീറ്റ് നേടുന്നു, പ്രതിപക്ഷ പാർട്ടിയായിട്ട് ലോക്സഭയിൽ വരുന്നത്. ഇങ്ങനെയാണ്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. കോൺഗ്രസ് പാർട്ടി ഫോംഡ് ഗവൺമെന്റ്സ് ഇൻ മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. കോൺഗ്രസ് പാർട്ടി ഫോംഡ് ഗവൺമെന്റ്സ് ഇൻ majority of states except 3 states, except Travancore, Kochi, Odisha and Madras. ഈ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെടും. കോൺഗ്രസിന് അധികാരം കിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് അധികാരം നേടിയെടുക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾ ട്രാവൻകൂർ, കൊച്ചി, തിരുക്കൊച്ചി എന്ന് പറയുന്നത് തിരുക്കൊച്ചി, ഒറീസ ആൻഡ് മദ്രാസ്. തിരുക്കൊച്ചി, ഒറീസ, മദ്രാസ്, ഈ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്നു. തിരുക്കൊച്ചി എന്ന് പറയുന്നത് നമുക്കറിയാം, അന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ടില്ല. കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ടില്ല. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് 1956 അന്ന് തിരുക്കൊച്ചിയാണ്. തിരുക്കൊച്ചി സ്റ്റേറ്റ് ആണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തും ഒറീസയിലും മദ്രാസിലും കോൺഗ്രസിന് അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. കോൺഗ്രസ് പരാജയം നേരിടുകയാണ്. എന്നിരുന്നിട്ട് കൂടി അവർ കുറച്ച് സ്വതന്ത്രന്മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പിന്നീട് ഭൂരിപക്ഷം തികച്ച് ഇവർ ഈ 3 സ്റ്റേറ്റിലും ഇവർ ഗവൺമെന്റ് രൂപീകരിക്കും. പിന്നീട് എന്തായാലും കോൺഗ്രസ് തിരിച്ചടി നേരിടുന്നത് ട്രാവൻകൂർ, കൊച്ചി, ഒറീസ, മദ്രാസ്, ഈ 3 സംസ്ഥാനങ്ങളിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന്റെ മേധാവിത്വമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞത്, എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നു. കേന്ദ്രത്തിൽ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുകയും നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്യും. അപ്പൊ ഇലക്ഷൻ റിസൾട്ട് മാത്രം ചിലപ്പോൾ ചോദിക്കും. ഇലക്ഷൻ റിസൾട്ട് നമ്മൾ പറയേണ്ടത് നമുക്കറിയാവുന്ന ഇത് തന്നെയാണ്. കോൺഗ്രസിന്റെ ലീഗസ് കാര്യം ഇറ്റ് ഡിഡ് നോട്ട് സർപ്രൈസ് എനിയോ. കാര്യം റിസൾട്ട് അത്ഭുതപ്പെടുത്തിയില്ല. കാര്യം നെഹ്റുവാണ് കരിസ്മാറ്റിക് ലീഡറിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത്. പിന്നെ കോൺഗ്രസിന്
ഏറ്റവും നല്ല സംഘടനാ സെറ്റപ്പുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉള്ളത് കോൺഗ്രസിനാണ്. ഇതാണ് അവരുടെ വിജയത്തിൻ്റെ ഫാക്ടേഴ്സ്, അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. 364 സീറ്റ് നേടുന്നു, 489. രണ്ടാം സ്ഥാനം CPI 16 സീറ്റ്. പക്ഷേ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ അവർ അധികാരം തിരിച്ചെടുക്കുമെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ അവർ അധികാരം ഇല്ലാതാവും. ട്രാവൻകൂർ, കൊച്ചി, ഒറീസ, മദ്രാസ്. ഇലക്ഷനിൽ ഇലക്ഷൻ പരാജയപ്പെട്ടു, അധികാരം പിന്നീട് അവർ നേടിയെടുക്കുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു ബീങ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട പ്രോബ്ലംസ്, ഇലക്ഷൻ പ്രോസസ്, ഇലക്ഷൻ റിസൾട്ട്. ഇത്രയുമാണ് ഒരു പാർട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ചിലപ്പോൾ ഇത്രയും കൂടെ ഇങ്ങനെ ചോദിക്കും. ഇന്ത്യൻ ഫസ്റ്റ് ജനറൽ ഇലക്ഷനെ കുറിച്ചും ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട പ്രോബ്ലംസിനെ കുറിച്ചും വിവരിക്കുക, മൊത്തം റിസൾട്ടിനെ കുറിച്ച് വിവരിക്കുകയാണ് മൊത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ. ഒരു 5-6 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ എഴുതാം, ഇത്രയും ഭാഗങ്ങൾ എഴുതാം. അടുത്ത ഒരു പാർട്ടിലോട്ട് നമുക്ക് പോകാം. ഒരു 4 മാർക്കിൻ്റെ മിക്കവാറും പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണത്. കമ്മ്യൂണിസ്റ്റ് വിക്ടറി ഇൻ കേരള. കമ്മ്യൂണിസ്റ്റ് വിക്ടറി ഇൻ കേരള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിജയം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിജയം. അതായത് നമുക്കറിയാം, ദ സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഫോംഡ് ഇൻ 1956. 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. 1956 നവംബർ 1 നമുക്കറിയാം കേരള പിറവി. 1956 കേരള സംസ്ഥാനം നിലവിൽ വരും. And the first general election to Kerala legislature was held in 1957. 1957 കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 56 സംസ്ഥാനം നിലവിൽ വരുന്നു. 57 ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടക്കുന്നു. The first general election to Kerala legislature was held in 1957. എന്ത് തന്നെയായാലും നമുക്കറിയാം, അന്ന് കോൺഗ്രസ് ഡോമിനൻസ് ഉണ്ട് അല്ലേ? കോൺഗ്രസ് ഡോമിനൻസ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ തന്നെ കോൺഗ്രസ് ഡോമിനൻസ് ഉള്ള കാലഘട്ടമാണ്. പക്ഷേ ഇൻ ദിസ് എലക്ഷൻ കോൺഗ്രസ് പാർട്ടി ഫേസ്ഡ് an utter defeat. കോൺഗ്രസ് പാർട്ടി ഒരു വലിയ പരാജയം കേരളത്തിൽ നേരിട്ടു. കേരള നിയമസഭയിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വൻ പരാജയം നേരിട്ടു. അതായത് ഇൻ ദിസ് ഇലക്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാക്സ് 60 സീറ്റ്സ് ഔട്ട് ഓഫ് 126. കേരള നിയമസഭയിൽ അന്ന് സീറ്റുകളുടെ എണ്ണം 126. അന്ന് 126 സീറ്റുകളിൽ 60 സീറ്റുകൾ നേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൻ വിജയം. 60 സീറ്റ്. ആൻഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് സം ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ദ ഗവൺമെന്റ്. കുറച്ച് സ്വതന്ത്രന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് കുറച്ച് സ്വതന്ത്രന്മാർ ജയിക്കാം നിയമസഭയിൽ. ആ കുറച്ച് സ്വതന്ത്രന്മാരുടെ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യമായിട്ട് മന്ത്രിസഭ രൂപീകരിച്ചു. ഇത് കാര്യം ഇറ്റ് വാസ് എ ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായിട്ടുള്ള സംഭവമാണ് 1957 കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. കാര്യം നമുക്കറിയാം, ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കമ്മ്യൂണിസം അധികാരത്തിൽ വന്നിട്ടുള്ളത് വിപ്ലവങ്ങളിലൂടെയാണ്. ചൈന എടുത്താലും റഷ്യ എടുത്താലും ക്യൂബ എടുത്താലും അല്ലേ, കമ്മ്യൂണിസം മിക്ക രാജ്യങ്ങളിലും വന്നിട്ടുള്ളത് വിപ്ലവങ്ങളിലൂടെ, റെവല്യൂഷൻസിലൂടെയാണ്. പക്ഷെ ഇവിടെ കേരള സംസ്ഥാനത്ത് ലോകത്താദ്യമായിട്ട് ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വരികയാണ്. ലോകത്താദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ക്യാപ്ചർ ദ പവർ ത്രൂ ഡെമോക്രാറ്റിക് പ്രോസസ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വരുന്ന ലോകത്തിലെ ആദ്യത്തെ സ്ഥലമാണ് കേരളം. 1957 ഇലക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് വാസ് എ ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്.
കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ തന്നെ. കാര്യം കേരളത്തിലെ വന്ന് ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങൾ വോട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ആദ്യത്തെ 1957 കമ്മ്യൂണിസ്റ്റ് വിജയം ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന്റെ എടുത്തു പറയത്തക്ക ഒരു സംഭവമാണ്. ആൻഡ് ദ ലീഡർ, ദ കമ്മ്യൂണിസ്റ്റ് ലീഡർ EMS നമ്പൂതിരിപ്പാട് became the first chief minister of the state. കമ്മ്യൂണിസ്റ്റുകളുടെ നേതാവായിരുന്ന EMS നമ്പൂതിരിപ്പാട് ആദ്യത്തെ മുഖ്യമന്ത്രിയായി വരികയാണ്. അപ്പോൾ ലോകത്തിലെ ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലെയാണ്. ജനാധിപത്യ ഇലക്ഷൻ പ്രോസസ്സിലൂടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് കേരളത്തിലാണ്. എന്ത് തന്നെയായാലും EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയെ. അപ്പൊ ഇവർ അധികാരത്തിൽ വന്നതെന്ന് പറയുന്നത് ഗീവ് എ ലോട്ട് ഓഫ് പ്രോമിസസ്, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെ അതായത് ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതാണ് അവരുടെ പ്രോമിസ്. The Communist Party would bring radical and progressive changes. പക്ഷേ ഇതിനെതിരെ ഇവർ അധികാരത്തിലേറി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ആരംഭിച്ചു. കോൺഗ്രസ് പാർട്ടി starts liberation struggle against the government, against the communist government, with the support of religious groups and vested interests. കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞ ഇതാണ്, ഇത് ഈ ലിബറേഷൻ സ്ട്രഗിൾ, നമ്മൾ മലയാളത്തിൽ ഇതിനെ വിമോചന സമരം എന്ന് പറയും. വിമോചന സമരം. കാര്യം കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ അവർ കൊടുത്തതെന്ന് പറയുന്നത് they would bring റാഡിക്കൽ ആൻഡ് പ്രോഗ്രസീവ് ചേഞ്ചസ് എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അവർ വന്നത്, അധികാരത്തിൽ വന്നത്. പക്ഷെ അവരത് പാലിച്ചില്ല. അതിനെതിരെ കോൺഗ്രസ് കുറച്ച് റിലീജിയസ് ലീഡേഴ്സിന്റെയും കുറച്ച് നിശ്ചിത താല്പര്യക്കാരുടെയും ഒക്കെ സപ്പോർട്ടോടുകൂടി കോൺഗ്രസ് സ്റ്റാർട്ടഡ് ലിബറേഷൻ സ്ട്രഗിൾ അഗേൻസ്റ്റ് ദ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ലിബറേഷൻ സ്ട്രഗിൾ, വിമോചന സമരം. ഈ സമരം അക്രമാസക്തമാവുകയും അവസാനം in 1959 the communist government was suspended by the central government by using the Article 356. In 1959, the communist government in Kerala was suspended by the central government by using the Article 356. 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് 1959 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തതാണ്. അല്ലേ, നമ്മൾ ഈ 356 വകുപ്പ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അല്ലേ, എമർജൻസി 3 തരം ഉണ്ട്, നമുക്കറിയാം. അല്ലേ, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി. അല്ലേ, അതിൽ സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി. കാര്യം ഒരു സംസ്ഥാനത്തിൽ നിയമവും ക്രമസമാധാനവും തകരാറിലാവുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 356. ഒരു സംസ്ഥാനത്ത് നിയമവും ക്രമസമാധാനവും, അതായത് കൊളാപ്സ് ഓഫ് ലാൻഡ് ഓർഡർ ഇൻ എ സ്റ്റേറ്റ്, ദ സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ സസ്പെൻഡ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ യൂസിങ് ആർട്ടിക്കിൾ 356. ഒരു സംസ്ഥാനത്ത് നിയമവും ക്രമസമാധാന തകരാറിലാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് തോന്നിയാൽ ഗവർണർ നൽകുന്ന, ആ സംസ്ഥാനത്തിലെ ഗവർണർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട്. ആ വകുപ്പാണ് ആർട്ടിക്കിൾ 356. അപ്പോൾ ഇവിടെ ലിബറേഷൻ സ്ട്രഗിൾ വയലന്റ് മോഡായിരുന്നു, അക്രമാസക്തമായിരുന്നു. ഗവൺമെന്റ് പോലീസ് വയലൻസും പോലീസും ജനങ്ങളും തമ്മിൽ പല സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടുകയും ഒരുപാട് ലാൻഡ് ഓർഡർ പ്രോബ്ലം സൃഷ്ടിച്ച ഒരു സമരമായിരുന്നു ലിബറേഷൻ സ്ട്രഗിൾ, വിമോചന സമരം. അപ്പോൾ ഈ സമരം അടിച്ചമർത്തുന്നതിൽ അല്ലെങ്കിൽ ലാൻഡ് ഓർഡർ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് സസ്പെൻഡഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ 1959. പക്ഷേ ഡിസിഷൻ വാസ് എ കോൺട്രവേഴ്സ്യൽ ആണ്. ഈ തീരുമാനം എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിരുന്നു. കാര്യം എന്ന് പറയുന്നത് ഇത് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാണ്. കാര്യം ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോടുള്ള ഒരു പകപോക്കലാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഇതിനെ പറഞ്ഞത്. കാര്യം ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അനാവശ്യമായിട്ട് എമർജൻസി പവേഴ്സ്, അൺനെസസറി ആയിട്ട് എമർജൻസി പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത്
ഒരിക്കലും ശരിയല്ല എന്നാണ് കേരളത്തിലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് പറഞ്ഞത്. എന്ത് തന്നെയായാലും 1959 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് വിജയവും ആദ്യ കമ്മ്യൂണിസ്റ്റിന് ആയുസില്ലായിരുന്നു. 1959 വരെ ഉണ്ടായിരുന്നത്. 2 വർഷത്തിനകത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നു, അധികാരത്തിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ EMS നമ്പൂതിരിപ്പാട് ലിബറേഷൻ സ്ട്രഗിൾ ഏത് വർഷമാണ് ലിബറേഷൻ സ്ട്രഗിൾ ആരംഭിച്ചത്, അല്ലെങ്കിൽ ലിബറേഷൻ സ്ട്രഗിൾ പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്ത ഏത് വർഷമാണ്, ഏത് വകുപ്പ് ഉപയോഗിച്ച്, പിന്നെ ആദ്യത്തെ സംസ്ഥാന നിയമസഭയിൽ സീറ്റുകളുടെ എണ്ണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര നേടി, എങ്ങനെയാണ് അവർ അധികാരം പിടിച്ചെടുക്കുന്നത്, ആദ്യത്തെ ഇലക്ഷൻ നടന്നതെന്നാണ് തുടങ്ങിയ 1 മാർക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ചോദിക്കും. എന്ത് തന്നെയാലും ഒരു 4 മാർക്ക് 5 മാർക്ക് ചോദിക്കത്തില്ല, 4 മാർക്ക് 3 മാർക്കാണ് സാധാരണ ചോദിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിജയം.